അത് ഏത് അവസരത്തിലാണെങ്കിലും നോ പറയാത്തൊരു സാധനം എനിക്ക് എന്നും ചായ തന്നെയാണ്. അങ്ങനെ വീട്ടിൽ പോകുന്നതിന് മുമ്പ് ഒരു ചായയൊക്കെ കുടിച്ച് നേരെ അങ്ങോട്ട് ചെന്ന് കയറാമെന്ന് വെച്ചു. വെളുപ്പാങ്കാലത്ത് 3:30 കേട്ടോ സമയം. അങ്ങനെ കഥയൊക്കെ പറഞ്ഞു പോകുമ്പോൾ ഇന്നലത്തെ ആ സർപ്രൈസ് ഞാൻ നൈസായിട്ടൊന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ സച്ച് ഒരു വിധത്തിൽ എടുക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയൊക്കെ കുറച്ച് ക്ലൂസ് ഒക്കെ എനിക്ക് കിട്ടിയെങ്കിലും കൺഫേം ചെയ്യാൻ അങ്ങോട്ട് പറ്റുന്നില്ല. അങ്ങനെ കടയിലൊക്കെ കയറി ഇറങ്ങി വീട്ടിലെത്തിയപ്പോഴേക്കും ഏകദേശം 4 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് തിരക്കും ബഹളമൊക്കെ ഉള്ള നമ്മുടെ നാട്ടിൽ നിന്നേ എനിക്ക് ഈ ഒരു സ്ഥലത്തേക്ക് വരുമ്പം എപ്പോഴും ഒരു മനസമാധാനമാണ്. അത് രാത്രിയാണെങ്കിലും പകലാണെങ്കിലും. പിന്നെ ഈ വീട് അത്രയും അറ്റാച്ച്മെന്റ് ഉള്ളൊരു സ്ഥലവും കൂടിയാണല്ലോ. അതുകൊണ്ടായിരിക്കും സച്ചു എൻ്റെ ഇടയ്ക്ക് കഥയൊക്കെ ചവിട്ടി പൊളിക്കുന്നുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ വീട്ടിൽ നിന്ന് നേരെ കയറുന്ന സ്ഥലം കേട്ടോ. പണ്ടത്തെ വീടാണ്, ഏകദേശം 100 വർഷത്തോളം പഴക്കമുണ്ട് കേട്ടോ. മമ്മിയാണെങ്കിൽ എന്നെ കാത്തിയിട്ട് അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. ആദ്യക്കൂട്ടനെ ഞാൻ ചെന്ന് നൈസായിട്ട് അങ്ങോട്ട് വിളിച്ചെണീപ്പിച്ചു. അങ്ങനെ അവൻ ഉറങ്ങണ്ട. പിന്നെ മമ്മി ആദ്യം തമ്മിലൊരു ഫൈറ്റ് ആയിരുന്നു കേട്ടോ. എന്ത് കാര്യത്തിനാന്ന് എനിക്കറിയില്ല. പിന്നെ സമയമൊക്കെ ഇത്രയായ സ്ഥിതിക്ക് ഇനിയിപ്പോൾ നാളത്തേക്ക് ഉറങ്ങണ്ടെന്നുള്ള തീരുമാനം മൊത്തത്തിൽ അങ്ങോട്ട് എടുത്തു. ഞാൻ കുറെ നാൾക്ക് ശേഷം എപ്പോൾ വീട്ടിൽ ചെന്നാലും പുതിയ കുറെ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടാവും. സച്ചു ആണെങ്കിൽ മണിച്ചിത്രത്താഴിൽ ശോഭന കാണിക്കുന്ന പോലെ ഓരോന്നും ഇങ്ങനെ എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. സച്ചുവിനാണെങ്കിൽ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ വാങ്ങിച്ചത് നമ്മളെ കാണിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി നമ്മുടെ ആ കോട്ടയാടിന്റെ സൈഡിലിരുന്ന് കുറെ സമയം കഥ പറഞ്ഞു. അതിനിടയ്ക്ക് നമ്മുടെ ബൂസോ മേളിൽ നിന്നിട്ട് ഇവളും വന്നോ എന്നൊരു ഭാവത്തില് എന്നെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു.